സദ്യയിലെ തൊടുകറികളിൽ കേമനാണല്ലേ പുളിയിഞ്ചി. അപ്പൊ നമുക്കിന്ന് പുളിയിഞ്ചി ഉണ്ടാക്കിയാലോ. എണ്ണ ചൂടായ വരുമ്പത്തേനും കടുകിട്ട് പൊട്ടിക്കുക, കുറച്ച് ഉലുവ ഇടുക, അതിന്റെ പുറകെ നമ്മളിതാ കുറച്ച് വറ്റൽമുളക് കീറിയിടുക, അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുക. പയ്യെ ഒന്ന് വാടി വരുമ്പത്തിന് നമുക്ക് അതിലേക്ക് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് വാടി വരുമ്പത്തിന് നമുക്ക് അതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇവിടെ എല്ലാം കുഞ്ഞു കുഞ്ഞായിട്ട് അരിയണതാണ് കേട്ടോ ആ കറിക്ക് ഭംഗി. ഞാനിവിടെ ഒരു കുഞ്ഞു കപ്പ് ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്, ഒരേപോലെ അരിഞ്ഞിട്ടുള്ളതാണ്. അതൊന്ന് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കുക. അപ്പൊ ആദ്യം മൊരിവായി വരുമ്പോഴത്തേനും നമുക്ക് അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. കാരണം വെളുത്തുള്ളി ഒപ്പത്തിനൊപ്പം ഇട്ടാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതിലേക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷമാണ് ഞാൻ പൊടികൾ ഇടുന്നത്. പൊടികൾ കരിയാതിരിക്കാൻ മഞ്ഞളും മുളക് പൊടി ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടിയ ശേഷം കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം മധുരത്തിന് വേണ്ടി ഇവിടെ കുറച്ച് ശർക്കര ഇട്ടിട്ടുണ്ട്. പറ്റുന്നത് വരെ ഇളക്കി കൊടുക്കുക. പുളിയിഞ്ചി റെഡി.